രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ കേസിൽ കോടതി വിധി അനുകൂലമായിരുന്നു. രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി MLAക്കെതിരെയുള്ള പരാതിയിൽ പലവിധ തെളിവുകളും വ്യാജമാണെന്നും കണ്ടെത്തി. ഇതാ രണ്ടാമത്തെ പരാതിയിലും രാഹുൽ രക്ഷപ്പെട്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ വാക്കാലുള്ള മൊഴി മാറ്റി നിർത്തിയാൽ വലിയ തെളിവുകളൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇല്ല എന്നതാണ് സത്യം. ഇതോടെയാണ് രണ്ടാമത്തെ കേസിലും രാഹുലിന്റെ അറസ്റ്റ് തടയാനുള്ള നടപടിയിലേക്ക് കോടതി കടന്നത്. ഇനി മാങ്കൂട്ടം ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണാൻ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതോടെ രാഹുൽ പാലക്കാടേക്ക് തിരിച്ചു വരുന്ന വാർത്തകളും മാധ്യമങ്ങൾ നൽകുകയാണ്. രാഹുലിനെ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് ചെയ്യില്ല എന്ന് ഉറപ്പായതോടെ കുറച്ചുകൂടി രൂക്ഷമായ മൊഴി അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കിയെന്നും രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാനെ ഭയമാണെന്നും രണ്ടാമത്തെ പരാതിക്കാരി മൊഴി നൽകിയിരുന്നു. പ്രതികാരം ഭയന്നാണ് പരാതി നൽകാൻ വൈകിയതെന്നും യുവതി പറഞ്ഞിരുന്നു. കേസിന്റെ ആദ്യഘട്ടത്തിൽ കൃത്യമായ മേൽവിലാസമില്ലാതെ ഒരു ഇമെയിൽ വഴിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി പോലീസിന് ലഭിച്ചത്. പരാതിക്കാരി മൊഴി നൽകുമോ എന്നതായിരുന്നു പോലീസിന്റെ കുഴപ്പിച്ചത്. ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ തിങ്കളാഴ്ച പോലീസ് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി. പ്രത്യേക സംഘത്തെ നേരിട്ട് കണ്ട് മൊഴി നൽകുകയായിരുന്നു. അതീവ രഹസ്യമായി അതിജീവതയുടെ വൈദ്യപരിശോധനയും പോലീസ് പൂർത്തിയാക്കിയിരുന്നു. സംസ്ഥാനത്തിന് പുറത്ത് താമസിച്ചിരുന്ന യുവതി കേസ് അന്വേഷണത്തിൽ സഹകരിക്കാനാണ് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കിയിട്ടുണ്ടെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന ശക്തമായ തെളിവുകൾ കൈമാറാൻ സാധിക്കാതിരുന്നത് തിരിച്ചടിയായി. യുവതിയുടെ പരാതിയിൽ പറയുന്നതനുസരിച്ച് വിവാഹം കഴിക്കാം എന്ന വാഗ്ദാനം നൽകിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയുമായി അടുപ്പത്തിലായത്. അതിന്റെ മറവിലാണ് ബലാത്സംഗം നടത്തിയത്. യുവതിയുടെ മൊഴി പ്രകാരം യുവതിയുടെ വീട്ടിലടക്കം ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ യുവതിയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല എന്നും പരാതിയിൽ പറയുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ ശേഷവും രാഹുൽ യുവതിയുടെ വീട്ടിൽ വിവാഹ ആലോചനയുമായി എത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഈ നിലപാടിൽ മാറ്റം വരികയും വിവാഹ കാര്യത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടം പിന്നോട്ട് പോവുകയുമായിരുന്നു എന്നാണ് യുവതിയുടെ മൊഴി. ഇതിനെ എതിർത്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയുടെ വീട്ടിലെത്തുകയും അവർ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയെന്നും യുവതി പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ശാസ്ത്രീയ തെളിവുകളുടെ അഭാവമാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും പോലീസിനെ തടയുന്ന പ്രധാന ഘടകം. അതുകൊണ്ട് തന്നെ ഫോറൻസിക് സംഘവുമായി യുവതി പരാതിയിൽ പറയുന്ന ഹോം സ്റ്റേയിലെത്തുവാനും പോലീസ് ലക്ഷ്യം വെച്ചിരുന്നു. നേരത്തെ പീഡനം നടന്നിട്ടില്ല എന്നും അത് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണം എന്നുള്ള രാഹുലിന്റെ അപേക്ഷ ഹൈക്കോടതി അംഗീകരിച്ചതോടെയാണ് ആദ്യ കേസിൽ നിന്നും അറസ്റ്റ് പോലീസ് തടഞ്ഞത്. തനിക്കെതിരെ ഉയർന്ന ആരോപണം ബലാത്സംഗമായി കണക്കാക്കാനാകില്ല എന്നും പരാതി നൽകിയത് യഥാർത്ഥ രീതിയിലൂടെയല്ല എന്നുമാണ് രാഹുലിന്റെ ഹർജിയിലെ വാദങ്ങൾ ഉണ്ടായിരുന്നത്. ഈ വാദങ്ങൾ കോടതി അംഗീകരിക്കുകയായിരുന്നു. യുവതി മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. ഈ പരാതിയെ സംബന്ധിക്കുന്ന നടപടികളാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നും ഹർജിയിൽ പറയുന്നുണ്ടായിരുന്നു. പരാതിക്കാരിയുമായുള്ള ലൈംഗിക ബന്ധം ഉഭയകക്ഷി സമ്മത പ്രകാരം ഉണ്ടായതാണെന്നും വർഷങ്ങളോളം നീണ്ടുനിന്ന ബന്ധം തകർന്നപ്പോൾ ബലാത്സംഗ കേസായി മാറ്റിയതാണെന്നും ഹർജിയിൽ രാഹുൽ പറയുന്നു. ഈ വാദവും ഹൈക്കോടതി അംഗീകരിച്ചതായിട്ട് കാണാം. ഒളിവിൽ പോയി 10ാം ദിവസമാണ് ആദ്യ കേസിൽ രാഹുലിന് അനുകൂലമായിട്ട് ഒരു വിധി വരുന്നത്. പാലക്കാടും തമിഴ്നാട്ടിലും കർണാടകയിലും രാഹുലിനായി ഊർജിത അന്വേഷണം നടക്കുമ്പോഴാണ് ഹൈക്കോടതി ഇടപെടുന്നതും. പാലക്കാട് സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണത്തിനിറങ്ങിയ അദ്ദേഹം ഇനി വോട്ട് ചെയ്യാൻ എത്തുമോ എന്നാണ് നമുക്കിനി ഉറപ്പിക്കാനാകുന്നത്. എന്തായാലും പോലീസിന് തൊടാനാകില്ല എന്നതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഇത്രയും നാൾ അന്വേഷണം നടന്ന് ഇപ്പോഴിതാ കൺമുമ്പിലുണ്ടായിട്ടും തൊടാനാകാത്ത വല്ലാത്തൊരവസ്ഥയിലേക്ക് പോലീസും കടന്നിരിക്കുകയാണ്.